ഡ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അൾട്രാലൈറ്റ് ഫിഷിംഗ്. അപ്പോൾ നമുക്കിന്ന് എന്തെങ്കിലും മീൻ കിട്ടുമോ നോക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ വീഡിയോസ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ഫിഷിങ്ങിനായി പോകാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം പെരുമാതുറ എത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് കടലും കായലും കൂടെ ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അല്ലോ, അപ്പോൾ മച്ചാന്മാർ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് താഴോട്ട് നടന്ന് പോകാനുണ്ട്. വണ്ടി അത്രയും ദൂരം അങ്ങോട്ട് പോകില്ല. അപ്പോൾ നമുക്ക് താഴോട്ട് പോയിട്ട് അവിടെ പോയിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം. വെള്ളം നല്ല ചെറിയൊരു കലക്കലുണ്ട്. നമ്മളൊന്ന് പെരുമാതുറ എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അൾട്രാലൈറ്റ് ഫിഷിങ്ങിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊക്കെ കലക്കലൊക്കെ ഉണ്ട്. ലൂറിലൊക്കെ എന്തെങ്കിലും അടിക്കുന്നുള്ള കാര്യം അറിയാൻ വയ്യ. ലൂറല്ലെങ്കിൽ തീറ്റ എന്തെങ്കിലും നമുക്ക് പിടിക്കണം. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന സാധനം ലിഗ്മ ബുസ്നാപ്പർ വേർഷൻ 2 ആണ്. അൾട്രാലൈറ്റ് റോഡാണ്. സ്റ്റാഡിക്കിൻ്റെ 2500 XG ഉപയോഗിക്കുന്ന ബ്രൈഡ് ഷിമാനോയുടെ കരിക്ക്. ഞാനിങ്ങനെയാണ് കെട്ടുന്നത്. പലരും പല രീതിക്കാണ്. ബ്രൈഡ് അതുപോലെ പെട്ടെന്നൊന്നും കടിച്ച് മുറിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കടിച്ച് മുറിക്കും. ബ്രൈഡ് കുറഞ്ഞ ബ്രൈഡായതുകൊണ്ടല്ല, നമ്മുടെ ശീലം അതാണ്. നേരത്തെ ഉപയോഗിച്ച് മീൻ പിടിച്ചിട്ടുണ്ട്. ചെമ്പല്ലേക്ക് ഇതിൽ പിടിച്ചിട്ടുണ്ട്. മീനൊക്കെ പിടിച്ച് മുതലേ കല്ലൊക്കെ തട്ടി എൻ്റെ കളർ പോയതാണ് കേട്ടോ. അതാണ്ടായിപ്പോൾ റെഡ് കളറാണ് ഈ ഹെഡ് വന്നിട്ട്. ചെറിയ ഷാഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചെമ്പല്ലി പറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ചിലപ്പോഴെന്നല്ല, കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ കിട്ടിയില്ല എങ്കിൽ തീറ്റ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് മീൻ പിടിക്കാം.
കടലിൽ ഇറങ്ങാൻ സമ്മതിക്കാത്തത് കൊണ്ട് പിണങ്ങിയിരിക്കുന്നു. ലൂറെറിഞ്ഞു നോക്കാം. ഓക്കെ, ചൈന ലൂറാണ്. എന്നൊന്ന് എറിഞ്ഞു നോക്കാം. ഇപ്പം നോക്കാം. ലൂറിൽ നമുക്ക് രക്ഷയില്ല. എന്തായാലും നമുക്ക് കുറച്ച് തീറ്റ എന്തെങ്കിലും എറിഞ്ഞ് നോക്കാം. ചാളയോ കോഴികളോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടേ തീറ്റ എന്തെങ്കിലും എറിഞ്ഞ് നോക്കാം. ഓക്കെ, ഉള്ള നല്ല കരങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കാം ഒന്നും അടിക്കുന്നില്ല. പക്ഷേ നമുക്ക് തീറ്റ എന്തെങ്കിലും എറിഞ്ഞ് നോക്കാം. ഈ എടുക്കുന്നുണ്ട്, ചെറിയൊരു വെയിറ്റാണ് ഇടുന്നത്. ചെറിയ വെയിറ്റ്, ചെറിയൊരു ചൂണ്ട. അങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ച് കെട്ടണം. വരാം ഇങ്ങനെ കെട്ടിയിട്ട് ഇതിലെന്തെങ്കിലും ചെറിയ മീൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ചിലപ്പോൾ ചെറിയ കുഞ്ഞ് ചെമ്പല്ലിയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ചെമ്പല്ലി, ചെറിയ അഴുത, ഇങ്ങനെയൊക്കെയുള്ള മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. കുഞ്ഞ് പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മീനുകൾ എന്തെങ്കിലുമൊക്കെ കയറി കുത്താൻ ചാൻസ് ഉണ്ട്. കാര്യം മീൻ കിട്ടുമായിരുന്നു, ഷാഡലോ ലൂറിലൊക്കെ മീൻ കിട്ടുമായിരുന്നു. പക്ഷേ വെള്ളം ചെറിയൊരു കരങ്ങളുണ്ട്. മഴ കഴിഞ്ഞ ദിവസം മഴയുള്ളതുകൊണ്ട് ചെറിയൊരു കരങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ സന്ധ്യയായി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പരീക്ഷിക്കാൻ നിൽക്കുന്നില്ല. നമ്മുടെ വീഡിയോയിലൊന്നും കിട്ടൂലേ, അതുകൊണ്ട് ഇപ്പോൾ ഈ ഉള്ള സമയത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. മച്ചാന്മാരെ ഒരുപാട് നേരം ഞാൻ കാസ്റ്റ് ചെയ്തു. നൈറ്റിലാണ് മീൻ അടിച്ചത്. എന്തായാലും എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. മീൻ അടിച്ചിട്ടുണ്ട്. എന്ത് മീനെന്ന് അറിഞ്ഞൂടാ, വീഡിയോ വ്യക്തമാവുമെന്ന് അറിഞ്ഞൂടാ. നോക്കാം. ഇതുമാരെ പാറയിൽ ഉടക്കി കിടക്കായിരുന്നു. അതിനെ കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. നൈറ്റ് ആയതുകൊണ്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാനും പറ്റില്ല. മീൻ കിട്ടിയിട്ടുണ്ടേ. അൾട്രാലൈറ്റ് റോഡാണ് കേട്ടോ. ഓക്കെ.
മതി. ഒന്നിനെ നമുക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് 1 കിലോ വരും. കാല് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ കാല് അത് കറക്റ്റ് എൻ്റെ സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സൈസ് അറിയാൻ പറ്റില്ല. അതിന് വേണ്ടി കേട്ടോ. 1 കിലോ വരും. അൾട്രാലൈറ്റ് ഫിഷിങ്ങിന് വന്നിട്ട്, അൾട്രാലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ആ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഹെവി മീനാണ്. കിള്ള റോഡാണ് കേട്ടോ, ഒരു രക്ഷയില്ല. റോഡും റീല് പിന്നെ പറയേണ്ടതില്ല, ഷിമാനോടെ അല്ലേ. നല്ല മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. വേണ്ട വലക്കാർക്ക് മീൻ അടിക്കുന്നുണ്ട്. രാത്രി കണ്ട് ക്ലിയർ ഇല്ല. എന്തായാലും നമ്മളിനി ചൂണ്ടാക്കിയിരുന്നിട്ട് കാര്യമില്ല, കാര്യം ഇവർ ഭയങ്കര വലകെട്ടൊക്കെയാണ്. നമ്മളിന്നിനി നിർത്തി പോവുകയാണ്. പക്ഷേ രാത്രി ഒരു പ്രത്യേക നല്ല കാറ്റുണ്ട്, നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാലേ. ഫിഷിങ്ങിന് വന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന പോലും അറിയില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.